എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് 2 ആഴ്ച മുമ്പ് നട്ട വെണ്ടത്തൈകളുടെ അടുത്താണ്. അപ്പൊ 2 ആഴ്ച മുമ്പാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറെ പച്ചക്കറി തൈയൊക്കെ കിട്ടിയിരുന്നല്ല. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മ അത് ചെറിയ ഇതേപോലത്തെ ചട്ടികളിലെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. വെണ്ടത്തൈകളൊക്കെ ചെറിയ ചട്ടിയിലാണ് നട്ടേക്കണത്. ഇതേപോലെ കാര്യമായിട്ട് അടിവളമൊന്നും ഈ വെണ്ടക്കൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. കാരണം ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചാണകപ്പൊടി മണ്ണ് മാത്രമേ ഇട്ട് നട്ടിരുന്നുള്ളൂ. പിന്നെ അടിയിൽ അരിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെയിറ്റ് കുറക്കാനും കൃഷി ചെലവൊക്കെ കുറക്കാനായിട്ട് അടിയിൽ നന്നായിട്ട് കരിയിൽ ഇട്ട് കൊടുത്തിട്ടാണ് മുകളില് മണ്ണും ഈ ചാണകപ്പൊടി ഇട്ടിട്ട് തൈകൾ നട്ടു കൊടുത്തേക്കണത്. അപ്പൊ വെണ്ടാന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാലോ, ആയി വരുമ്പോ തന്നെ ചുരുട്ടിപ്പുഴുവിന്റെ ശല്യമൊക്കെ വന്നു തുടങ്ങും. ഇപ്പൊ നന്നായിട്ട് തന്നെ വെണ്ടത്തൈകൾ വന്നിട്ടുണ്ട്, പൂവിട്ടും തുടങ്ങിയിട്ടുണ്ട്, വെണ്ടക്കയുമായി തുടങ്ങിയിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് വെണ്ടക്കയുമായി തുടങ്ങിയിട്ടുണ്ട് വെണ്ടകളിൽ മിക്കതിലും. അപ്പൊ നമുക്ക് പിന്നെ നല്ല പരിചരണം കൊടുത്തില്ലെങ്കിൽ ഇലച്ചുരുട്ടിപ്പുഴു ഇലച്ചുരുട്ടിപ്പുഴു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇലച്ചുരുട്ടിപ്പുഴുവാണ്. ഇലകൾ ഇതേപോലെ മടിക്കണ്ടതിനുള്ളിൽ പുഴു ഇരിക്കണ അതേ ഇതേപോലെയാണ് പുഴു ഈ പുഴു മുഴുവൻ തിന്ന് നമ്മുടെ വെണ്ടകളെല്ലാം നശിപ്പിച്ചോളെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ രാവിലെ തന്നെ വന്നിട്ട് ഈ ചുരുട്ടിയ ഇലകളൊക്കെ പറിച്ച് നശിപ്പിച്ച് കളഞ്ഞാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിപ്പോ ഇതിനൊന്ന് അത്യാവശ്യം വേപ്പെണ്ണ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വെണ്ടയുടെ ഇലകൾ എല്ലാനും പുഴു തിന്ന് നശിപ്പിച്ചിട്ട് ഇല പുഴുവാണ് ഇല. ഇവരില മടക്കിയിട്ട് ആ ഇല ഇരുന്ന് തിന്നുകയും ചെയ്യും പുഴു മുഴുവനും. അപ്പൊ ഒരു 2 ദിവസം കൊണ്ട് നമ്മുടെ വെണ്ടേമല ഒരു ഇല പോലും ഉണ്ടാകൂല. അപ്പൊ ഇലക്ക് മെയിനായിട്ട് വന്നതാണ് ഈ ഇലച്ചുരുട്ടിപ്പുഴുവിന്റെ ശല്യം. അപ്പൊ നമുക്കിതിന് വേപ്പെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മിപ്പ സ്പ്രേ ചെയ്യാൻ പോണത് നിംബിസിഡിനാണ്. നിംബിസിഡിൻ നമുക്ക് ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ പച്ചക്കറികൾക്കും. തുടക്കത്തില് തന്നെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുഴുക്കള് മുരടിപ്പ് അതൊന്നും ഉണ്ടാകൂല. അപ്പൊ നമുക്ക് വളക്കടകളിൽ നിന്നും കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് മേടിക്കാൻ കിട്ടണതാണ്. വേപ്പെണ്ണ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിത് 3 ലിറ്റർ വെള്ളമാണ്. നമുക്ക് 3 ലിറ്ററിന്റെ സ്പ്രെയർ ആണല്ലോ. അപ്പൊ നമുക്കതിലേക്ക് ഒരു 15 ml നിംബിസിഡിൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചിട്ട് നമുക്ക് എന്ത് സ്പ്രേയറില് ഒഴിക്കണേക്ക് മുമ്പ് അരിച്ചിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ സ്പ്രേയറിന്റെ നോസിലൊക്കെ അടഞ്ഞു. നമുക്ക് ഇതേപോലെ നന്നായിട്ട് അരിക്കാം. നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. നമുക്ക് പുഴുക്കേടൊക്കെ വന്നേക്ക് മുമ്പ് തന്നെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഇലകളുടെ അടിയിലും ഒക്കെ വന്നേക്ക് മുമ്പ് തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണോട്ട് വെണ്ട നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് വേനൽക്കാലത്തും നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാല് വെണ്ട കൃഷി നമുക്ക് വേനൽക്കാലത്തും ചെയ്യാം നന്നായിട്ട് തന്നെ. അപ്പൊ നമുക്ക് നല്ല തൈകളാണ് നമുക്ക് കിട്ടിയത്. നന്നായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയ തൈകളാണ്. കണ്ട നല്ല ഗ്രോത്തിൽ തന്നെ, നമുക്ക് ആദ്യമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എങ്കിൽ കൂടി നല്ല ഗ്രോത്തിലാണ് തൈകൾ വന്നേക്കണത്. നമ്മ എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോ നമ്മ ഇലകളുടെ അടിയിലൊക്കെ വീഴണ രൂപത്തിൽ വേണം നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട്. പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മ കണ്ട ഇതേപോലെ ഇല ചുരുട്ടിപ്പുഴൊക്കെ ഉണ്ടെങ്കിൽ നമ്മ ഇങ്ങനെ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ട ഇവിടെ വെച്ചാൽ നമ്മ ഇങ്ങനെ കൊന്നളയ കാണുമ്പോ തന്നെ. എല്ലാ ദിവസവും നമ്മ വെണ്ടകളുടെ അടുത്ത് വരാ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതേപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മ അവിടെ വെച്ചാൽ ഇതിനെ നശിപ്പിച്ചളയ. കണ്ട വെണ്ടക്കായൊക്കെ കണ്ട ചെറിയ ചെടിച്ചട്ടിയില നട്ടേക്കണത്. ഇതേപോലെ നന്നായിട്ട് ഇലകളുടെ അടിയിലും ഒക്കെ വീണ രൂപത്തില് കുറച്ചൊക്കെ മണ്ണിലും വീണോട്ടെ, കീടങ്ങളൊക്കെ നശിച്ചു പോയിക്കോളും. ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ വെണ്ടത്തൈകൾക്ക് നമ്മ ഇതുവരെ യാതൊരു വളങ്ങളും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും സ്ലറി രൂപത്തിലുള്ള, വേനൽക്കാലത്ത് നമ്മ എപ്പോഴും സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുകയാണ് നല്ലത്. അപ്പൊ നമുക്ക് വിഷമിനോ നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാണ്ട് നമ്മ വേറെ വളങ്ങളൊന്നും തന്നെ വേനൽക്കാലത്ത് നമ്മ കട്ടിയുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുന്നത് നല്ലത്. അത് മഴക്കാലത്താണ് ഇടേണ്ടത്. അപ്പൊ നമുക്കിപ്പോ സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ നന്നായിട്ട് ഗ്രോത്ത് നന്നായിട്ട് കായുണ്ടാവുകയും ചെയ്യും. ഇപ്പൊ നമ്മിപ്പോ ഈ വെണ്ടത്തൈകൾക്ക് ഒഴിക്കാൻ പോണത് കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് അതിന്റെ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കഴിയുന്നത് നമ്മ ഇലകളിൽ സ്പ്രേ ചെയ്യണ വളങ്ങള് കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. നമുക്ക് എല്ലാം തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ആവശ്യത്തിന് മാത്രം. ഇതിപ്പോ എല്ലാം ഞാൻ ചെറിയ ചട്ടികളിലാണ് നട്ടേക്കണത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ കണ്ട ഇത് പുളിപ്പിക്കാൻ വെച്ചതാണ്. കണ്ട ഇതൊരു 5 ദിവസം എത്തിയതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു 10 ഇരട്ടി വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ വെള്ളത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറേശ്ശ നമുക്ക് എല്ലാ വെണ്ടത്തൈകൾക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. കാരണം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം വെറുതെ ഒഴുകി പോകുള്ളൂ. അപ്പൊ നമ്മ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു 10 ദിവസത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് വേറെ വളം ഒന്നും ചെയ്യണ്ട. ഇഷ്ടം പോലെ നമുക്ക് വെണ്ടൊക്കെ പറിക്കുകയും ചെയ്യാം. കീടങ്ങളും കുറവായിരിക്കുള്ളൂ ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ. അല്ല ഇതേപോലെ നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ ഒഴിക്കാൻ പറ്റിയ ഒരു നല്ല വെള്ളമാണിത്. വേണ്ട ഇതേപോലെ അപ്പൊ ഒരു നല്ലൊരു സമയത്ത് തന്നെയാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് പച്ചക്കറി തൈകളൊക്കെ കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാല് വെണ്ട നമുക്ക് 25-ാം ദിവസം വിളവെടുക്കാൻ പറ്റിയ ഒരു വിളയാണ്. അപ്പൊ നമുക്ക് വിഷു ആകുമ്പോഴത്തേനും നമുക്ക് വെണ്ടൊക്കെ പറിച്ചു തുടങ്ങാം. അപ്പൊ നമുക്ക് വെണ്ടത്തൈ നട്ടോരൊക്കെ അപ്പൊ മിക്ക കൃഷിഭവനുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും പച്ചക്കറി തൈകളൊക്കെ. നട്ടോരൊക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വെണ്ടക്ക നന്നായിട്ട് വളരുകയും ചെയ്യും. കീടങ്ങളും രോഗങ്ങളും ഉണ്ടാവുകയും ഇല്ല. നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ നാളെ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം. അപ്പൊ വേനൽക്കാലത്ത് എല്ലാവർക്കും ഒരു ഇതുണ്ട്, വെണ്ട വളരെ അധികം വെണ്ടയ്ക്ക് ഉണ്ടാവൂല എന്നൊക്കെ. പക്ഷെ നമ്മ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെണ്ടക്ക വിളവെടുക്കാം. അപ്പൊ വെണ്ട അതിനെ പ്രത്യേകിച്ച് പരിചരണം വെച്ചാല് പരിചരണം പെട്ടെന്ന് കായ ഉണ്ടാവുന്നതാണ്. പക്ഷെ പരിചരണം കൂടിയ ഒരു വിളയണ്ട വെണ്ട വെച്ചാൽ ഈ പുഴുക്കളുടെ ശല്യം ഒക്കെ വന്ന് മൊത്തം ഇലകളും എല്ലാം തിന്ന്, പിന്നെ പുഴുക്കളുടെ ശല്യം കഴിയുമ്പോ കായതോരൊപ്പം പുഴു വരും വെണ്ടയുടെ ഉള്ളിൽ.
അപ്പൊ അതിനൊക്കെ നമ്മ ഈ വേപ്പെണ്ണ നമുക്കൊരു 10 ദിവസം കൂടുമ്പോ നമ്മ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ പുഴുക്കളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവൂല. അപ്പൊ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് വെണ്ടകൾക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ദിവസവും വെണ്ടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസവും വിളവെടുക്കേണ്ടതാണ്. കാരണം ആ ടൈമിന് വിളവെടുത്തില്ലെങ്കിൽ അത് മൂത്തുപോകും. നമുക്ക് ദിവസവും വിളവെടുക്കാൻ പറ്റിയ ഒരു വിള കൂടിയാണ്. അപ്പൊ എല്ലാവരും വെണ്ട കൃഷിയൊക്കെ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ വെണ്ടക്ക വിളവെടുക്കാം. എല്ലാവരും വെണ്ടത്തൈയൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.